മുഖദ്ദസിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ, ഞങ്ങൾക്ക് അവിടെ പോയി നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങോട്ടേക്ക് യാത്ര ചെയ്തു പോയി നമസ്കരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നമസ്കരിക്കണം. അതുകൊണ്ട് ആ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പറഞ്ഞതാ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒറ്റ വാക്ക്, ബൈത്തുൽ മുഖദ്ദസ് അർളുൽ മഹ്ശരി വൽ മൻശർ. നാളെ മഹ്ശറിന്റെ സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. ആ സ്ഥലം നാളെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്, മഹ്ശറയാണ്, മൻശറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തൂഹു ഫസല്ലു ഫീ, അങ്ങോട്ടേക്ക് നിങ്ങൾ പോകണം, അവിടെ പോയി നമസ്കരിക്കണം, അവിടെ പോയി നിങ്ങൾ നമസ്കരിക്കണം. ഞങ്ങൾക്ക് പോകാൻ പറ്റൂലല്ലോ നബിയെ. ആർക്കെങ്കിലും പോകാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ആ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി ഒരു വിളക്ക് വാങ്ങിക്കൊടുക്ക്, ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ വാങ്ങിക്കൊടുക്ക്. ആരെങ്കിലും ഒരു വിളക്ക് വാങ്ങിക്കൊടുത്ത് അതിലൊരു എണ്ണ വാങ്ങിക്കൊടുത്ത് ആ വിളക്ക് നിങ്ങൾ കത്തിച്ചാൽ കാന കമൻ സല്ലാ ഫീഹി, ആ ബൈത്തുൽ മുഖദ്ദസിൽ നിങ്ങൾ നമസ്കരിച്ചവരെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിപ്പോ പോണമെന്നില്ല, ഇവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി സഹായം ചെയ്താൽ നമ്മൾ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചവരെ പോലെയാണ്. കാരണം അർളുൽ മഹ്ശറാണ് വൽ മൻശറാണ്. നാളെ അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും നമ്മളെ. അവിടെ ആള് വേണ്ടേ? എത്ര വലിയ മഹത്വമേറെ സ്ഥലവാ. നമ്മൾ ഓർക്കും ഈ ജൂതന്മാർക്കൊന്നും കിട്ടുന്നല്ലേ. ഒറ്റ ദിവസം കൊണ്ട് 40 പ്രവാചകന്മാരെ കൊന്നവന്മാരാ ജൂതന്മാര്. ഒറ്റ ദിവസം കൊണ്ട് ആ പ്രവാചകന്മാരെ അംബിയാക്കളെ അലൈഹിമുസ്സലവാത്തു വതസ്ലിമാത്ത് 71ഓളം പ്രവാചകന്മാരെ കൊന്നവന്മാരാ ജൂതന്മാർ. പിന്നെ പറയണോ നമ്മളാര്? ആപ്പ ഉപ്പകള്. പ്രവാചകന്മാരെ കൊന്നവന്മാരാണ് ജൂതന്മാർ. വൈദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഉദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും. എന്തിനാടോ നിങ്ങളെ എന്നെ വേദനിപ്പിക്കും? ഞാനൊരു പ്രവാചകനല്ലേ. കേണപേക്ഷിച്ചു, കരഞ്ഞു. 30 വർഷം മൂസാ നബിയെ ബൈത്തുൽ മുഖദ്ദസിൽ കയറ്റാൻ സമ്മതിച്ചില്ല. 30 വർഷത്തോളം ബൈത്തുൽ മുഖദ്ദസിൽ കയറ്റാൻ സമ്മതിച്ചില്ല. പിന്നെയാണോ ഇപ്പോഴത്തെ ആളുകള്? നമ്മളൊക്കെ വിചാരിക്കും ഇത് ഫലസ്തീൻ, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ്. ചരിത്രം പരിശോധിക്ക്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇസ്മായിൽ പരമ്പരയിൽ വന്നൊരു പ്രവാചകനാണ്. എന്നാൽ ഇസ്ഹാഖ് പരമ്പരയിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്ന സ്ഥലമാണ് ബഹുമാനപ്പെട്ട ഇസ്രായേലിന്റെ അവിടത്തേക്ക്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇസ്രായേൽ സന്തതികളിലേക്ക് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നു, ആയിരക്കണക്കിന് പ്രവാചകന്മാർ വന്നു. അവരുടെ നടപടിയെ നോക്കിയിട്ട് മൂസനെ പറഞ്ഞത് ഖൗമുൻ ജാഹിലൂൻ, ജാഹിലീങ്ങളാണല്ലോ ഇവർ. ആദരവായ റസൂലുള്ളാഹി തങ്ങള് സ്വന്തം അനുയായികളെ കുറിച്ച് പറഞ്ഞത് അസ്ഹാബി കന്നുജൂം എന്നാ പറഞ്ഞത്. നക്ഷത്ര തുല്യരാണ് എന്റെ സഹാബാക്കൾ, എന്റെ അനുചരന്മാർ. മൂസാ നബിയുടെ അനുചരന്മാരെ കുറിച്ച് മൂസാ നബി പറഞ്ഞത് വിവരമില്ലാത്തവന്മാർ. ആ ജൂതന്മാർക്ക് പിന്നെ ഇതിനപ്പുറത്ത് വേറെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? ഇതിനപ്പുറത്ത് വേറെ എന്ത് സർട്ടിഫിക്കറ്റാ വേണ്ടത്? അവർ യതീഹൂന ഫിൽ അർള് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുനാ ഖാഇദൂൻ. ഫലസ്തീനെ മോചിപ്പിക്കാൻ, ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിക്കാൻ വാ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വാ എന്ന് പറഞ്ഞപ്പോ ജൂതന്മാര്, അന്ന് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു നീയും നിന്റെ റബ്ബും കൂടെ പോയി യുദ്ധം ചെയ്യ്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഉണ്ടംപൊരിയും ചായം കഴിച്ചോണ്ടിരിക്കാൻ, നീ പോയിട്ട് വാ. അങ്ങനെ വർണ്ണന്മാരാ ജൂതന്മാര്. നടക്കുവോ? മാരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കി. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കി. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ ജയിച്ചടക്കി. ഇനി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ തഖൂമുസ്സാഅ ഹത്താ യുഖാതലൽ മുസ്ലിമൂന അൽ യഹൂദിയ. ഒരു കാലഘട്ടം വരും സഹാബത്തെ, അന്ന് മുസ്ലിമീങ്ങൾ യഹൂദികളെ കൊല്ലുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഹത്താ യഖ്തബി അൽ യഹൂദി, യഹൂദി മുസ്ലിം ഉമ്മത്തിനെ പേടിച്ചിട്ട് ഒളിച്ചിരിക്കും. മിൻ വറാഇൽ ഹജറി വശജർ, കല്ലിന്റെയും കരിങ്കല്ലുകളുടെയും വടവൃക്ഷങ്ങളുടെയും പിന്നാലെ പോയി ഒളിച്ചിരുന്നിരിക്കുമ്പോ, ഇവര് പരതി നടക്കുമ്പോ ആ കരിങ്കൽ ശബ്ദത്തോടെ വിളിച്ചു പറയും, ആ വടവൃക്ഷം വിളിച്ചു പറയും യാ അബ്ദല്ലാഹ് യാ മുസ്ലിം തആൽ തആൽ വറാഇ യഹൂദി ഉഖ്തുൽ, എന്റെ പിന്നാലെ യഹൂദി ഒളിച്ചിരിപ്പുണ്ട്, ഇങ്ങോട്ട് വാ, കൊന്നുകളവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു എവിടുന്ന് വരും നബിയെ ഇവരൊക്കെ, ഇങ്ങനെയുള്ള സമുദായം എവിടുന്ന് വരും? ആദരവായ റസൂൽ തങ്ങൾ പറഞ്ഞു ബിബൈത്തിൽ മഖ്ദിസ് ഔ അക്നാഫി ബൈത്തിൽ മഖ്ദിസ്,
അത് ബൈത്തുൽ മുഖദ്ദസിന്റെ മക്കളായിരിക്കും, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് താമസിക്കുന്ന മക്കളായിരിക്കും. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരമാണ് ഗസ. ഒരുപക്ഷെ ഈ ഹമാസ് എന്ന് പറയുന്ന പോരാളികളെ കൊണ്ടായിരിക്കാം ഇനി ഒരു ബൈത്തുൽ മുഖദ്ദസ് ഖുദ്സിന്റെ മോചനം സംഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അത് 2027 എല്ലാത്തിനും ഒരു പരിഹാരം കാണും. കാരണം 40 വർഷത്തിന്റെ പരിവർത്തനത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. എല്ലാത്തിനും അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാകും. എപ്പോഴും ഈ കണ്ണീര് ഒരിക്കലും അത് അള്ളാഹ് ഇഷ്ടപ്പെടില്ല. അള്ളാഹ് എപ്പോഴായാലും ഒന്ന് തുറന്നു കൊടുക്കും. ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ ഹത്താ ഇദാ ഫരിഹു ബിമാ ഉതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. നല്ല സുഖിച്ച് സുഖലോലുപന്മാരായിരിക്കുമ്പോൾ ഒരൊറ്റ പിടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടിക്കും. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. അതൊരു വല്ലാത്ത പിടിയായിരിക്കും. അതിനെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതൊരു വല്ലാത്ത പിടിയായിരിക്കും. അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭൗതികമായ ലോകത്ത് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിറപ്പിച്ചില്ലേ? നമ്മളെ മാത്രാണോ? നമ്മൾക്ക് ഇപ്പൊ എത്രയോ ദൂരത്ത് കിടക്കുന്ന ബൈത്തുൽ ഖദ്ദസിനെ ഓർത്ത് നമ്മൾ കരയുക. നമ്മുടെ ഈമാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ ഈമാന്റെ ഭാഗം അതാണ്. പക്ഷെ നബിതങ്ങൾ നമുക്ക് സമാധാനം പറഞ്ഞു തന്നിട്ടുണ്ട്, നബിതങ്ങൾ നമുക്ക് സന്തോഷം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു കുഞ്ഞ് മരിച്ചുപോയാൽ ആ കുഞ്ഞിനെ നാളെ സ്വർഗത്തിൽ കിട്ടും. ഉമ്മ ഉപ്പ അവർക്ക് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന വീടുണ്ട് ഉപ്പ. പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? നമുക്ക് ആഖിറമാണ് വലുത് സഹോദരങ്ങളെ. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മക്കളെ ദത്തെടുത്തത്, വളർത്തി ഇങ്ങനെ കൊടുത്തു വിടുന്നത്, അള്ളാഹ്ക്ക് വേണ്ടി അതിയാ ചെയ്യുന്നത്. ഒരു മോനെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പ്രസംഗിക്കണമെങ്കിൽ, നവാസ് ഉസ്താദ് ഇന്ന് കോഴിക്കോട് പോയി എൽമ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ലോകത്തിന്റെ പല ഭാഗത്ത് പോകണമെങ്കിൽ, അബ്ദുറഹീം ഉസ്താദ്, യൂസുഫ് ഉസ്താദ്, ഇവരൊക്കെ പല ഭാഗത്തുള്ള ഇൽമുകൾ പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുത്ത് അവരെല്ലാം ലോകത്തിന്റെ പല ഭാഗത്ത് പോകണമെങ്കിൽ ആഖിറം എന്ന ഒരു സംവിധാനത്തെ നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. ഭൗതികമായ ലോകത്തോടുകൂടി എല്ലാം അസ്തമിച്ചു പോകുമെങ്കിൽ നമ്മൾ ഈ തലക്കെട്ടും കെട്ടി ദാടിയും കെട്ടി ജുബ്ബായും വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഉണ്ടോ? നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ? പള്ളിയുടെ ആവശ്യമുണ്ടോ? ബാങ്ക് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഒല്ലിയ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നോമ്പ് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? നോമ്പ് തുറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഹജ്ജിന് പോകേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇതൊക്കെ ആഖിറത്തെ ഓർത്തിട്ടാണ്, ഖബറിനെ ഓർത്തിട്ടാണ്. അതുകൊണ്ട് ഖബറിൽ നമുക്കൊരു കൂട്ടുകാരെ കണ്ടെത്തണം. ലാസ്റ്റ് ലക്ഷ്യം അതാണ്. ഖബറിൽ പോകുമ്പോ നിന്റെ കൂടെ ഒരാളെ നീ കൂട്ടിന് കൊണ്ടുപോയാൽ എല്ലാവരും പോകട്ടെ, നിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് ഒരു യുവ കോമളൻ, ഒരു ചെറുപ്പക്കാരൻ നല്ല വസ്ത്രം ധരിച്ച് ഹസനു സിയാബി ഹസനുൽ വജ്ഹി തയ്യിബുർ റീഹ്, നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി നല്ല സുസ്മേരവദനായി ശുഭവസ്ത്രധാരിയായി നല്ല ഒരു ചെറുപ്പക്കാരൻ ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അരികെ വന്നിരുന്നിട്ട് അവനോട് ചോദിക്കും, യാ അബ്ദല്ലാ ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയോ? നിനക്കെന്നെ അറിയോ? ആ നമ്മുടെ മോനല്ലാതെ നോക്കുമ്പോ എന്റെ മോൻ സവീർ അല്ലല്ലോ, എന്റെ മോള് ശൈലജ അല്ലല്ലോ. ആ ഖബറിനകത്ത് ചോദിക്കാണ്, ഹൽ തഅരിഫുനി, ഒരു ചെറുപ്പക്കാരൻ. ഹദീസല്ലേ അല്ല ഉസ്താദേ? ഇല്ലെങ്കിൽ പറയണം, ഞാൻ പൊട്ടത്തരം വിളിച്ചോരെന്ന് പറയല്ല, നിങ്ങളെ പേടിപ്പിക്കാൻ പറയല്ല. ആ ഖബറിനകത്ത് കൂട്ടുകാരൻ വരും, നിങ്ങൾ വിചാരിക്കൂല്ലാന്ന്. ഹദീസിന്റെ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, മുദരിസന്മാർ ഇരിക്കുന്നു. പറയട്ടെ, ആ ഖബറിന്റെ ഉള്ളിൽ വന്ന് എല്ലാവരും പോയി, വാപ്പ പോയി, ഉമ്മ പോയി, ഭർത്താവ് പോയി, ഭാര്യ പോയി, മക്കൾ പോയി, ആരുമില്ല. ആ ഖബറിന്റെ ഉള്ളിൽ ആ കുറ്റാക്കൂരിരുട്ടിൽ, ആ മാവാസിൽ ഇരുണ്ട തുരുത്തിൽ ആരുമില്ല. മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുണർത്തുന്ന സമയത്ത് ഒരു നല്ല യുവ കോമളൻ എന്റെ അരികിൽ വന്ന് നിന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ അറിയോ? ആ മയ്യത്ത് പറയും, ലാ അരിഫുക, എനിക്ക് എന്നെ പരിചയമില്ല. പരിചയമില്ല. ഒന്ന് നല്ലപോലെ നോക്ക്, ഇല്ല, ഒട്ടും പരിചയമില്ല. എന്നാൽ ഒന്നുകൂടെ നോക്ക്, ഇല്ല, പരിചയമില്ല. എങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ ആരെന്ന് പറഞ്ഞോളൂ. അനൽ ഖുർആൻ. എന്താ വാക്ക് പറഞ്ഞ? അനൽ ഖുർആൻ അല്ലദീ അസ്ഹറ ലൈലക വഅൽമ നഹാരക വഅംനഅക ശഹവതക മിനത് തആമി വശറാബ്. പകലിന്റെ സമയത്ത് നീ നോമ്പെടുത്തത്, രാത്രിയുടെ സമയത്ത് ഉറക്കമിളച്ച് കണ്ണ് തുറന്നു വെച്ച് എല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമായി കളിക്കുമ്പോ ഈ ഖുർആൻ ഓതി ആ കണ്ണ് തുറന്നു വെച്ച് കണ്ണിന്റെ ഈറൻ, കണ്ണിന്റെ കൃഷ്ണമണി നനഞ്ഞ് ആ ഖുർആനിന്റെ താളുകളിലേക്ക് വീണ് ആഖിറത്തെ ഓർത്ത് പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത ഒരു ദാസനല്ലേ നീ? ആ ഖുർആനാണ് ഞാൻ.
നീ വിഷമിക്കണ്ട. ഫമാ അലൈക ബഅദ മസ്അലത്തി മുൻകരിൻ വനകീർ മിൻ ഹമ്മിൻ വലാ ഹുസ്നിൻ. മുൻകർ നക്കീർ വന്ന് ചോദിക്കുന്നു കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്കൊക്കെ ഞങ്ങളുണ്ട് ഇവിടെ. ഞങ്ങളുണ്ട് ഇവിടെ. ഇവിടെ പോലീസുകാരൻ പിടിച്ചകത്താക്കിയ ഉടനെ രാഷ്ട്രീയക്കാരൻ പറയും ഞാൻ ഉണ്ടെന്ന് പറയും. ഇതിലേക്കൂടെ വന്ന് അതിലേക്കൂടെ ഇറങ്ങിപ്പോവും. 15 ദിവസം റിമാൻഡ് ചെയ്ത് പറഞ്ഞാൽ ആര് വരാനാ? 9 വർഷത്തേക്ക് അവനെ അങ്ങ് അകത്ത് കൊണ്ടുപോയി. ആര് വരാനാ? ഞാൻ ഉണ്ട് കേട്ടോ, ഞാൻ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഉണ്ട്. അൽഹംദുലില്ലാഹ്, നീ അവിടെ കിടന്നോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഉണ്ട്. ഇത് സത്യമായ വാക്കാണ്. ഈ ഖബറിന്റെ ഉള്ളിലേക്ക് ഈ മനുഷ്യന്റെ മയ്യത്ത് കിടക്കുമ്പോ ഇവന്റെ അരികിൽ വന്ന് നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യം അനൽ ഖുർആൻ, ഞാൻ ഖുർആനാണ് കേട്ടോ, ഞാൻ ഖുർആനാണ് കേട്ടോ. നീ രാത്രി എന്നെ നീ കൈവിടാതെ ഓതിയവനല്ലേ, പകൽ സമയത്ത് എൻ്റെ ഓരോ വാക്കനുസരിച്ച് ജീവിച്ചവനല്ലേ, നീ ഹറാമുകളെ സൂക്ഷിച്ചവനല്ലേ, ഹലാലുകളുടെ വഴികളിലൂടെ സഞ്ചരിച്ചവനല്ലേ, നീ ഓതി നിന്റെ മക്കളെ പഠിപ്പിച്ചില്ലേ, നിന്റെ ഭാര്യയെ പഠിപ്പിച്ചില്ലേ, എല്ലാ ദിവസവും യാസീൻ ഓതിയതല്ലേ, ബഖറ ഓതിയതല്ലേ, വാഖിയ ഓതിയതല്ലേ, റഹ്മാൻ ഓതിയതല്ലേ, ദുഖാൻ ഓതിയതല്ലേ, ആ ഖുർആനാണ് ഞാൻ. ഫമാ അലൈക ബഅദ മസ്അലത്തി മുൻകരിൻ വനകീരിൻ മിൻ ഹമ്മിൻ വലാ ഹുസ്ൻ. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. മുൻകർ നക്കീർ ഒന്നും നിങ്ങളെ ഒന്നും ചെയ്യൂല. മാ അന ബിമുഫാരിഖിഹി, അവരെ വിട്ട് ഞങ്ങൾ മാറൂല, നിന്നെ വിട്ട് ഞങ്ങൾ മാറൂല, നീ പേടിക്കാൻ വേണ്ട. അവർ ചോദിച്ചിട്ട് പോയിക്കോട്ടെ, നിങ്ങളുടെ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തു കൊള്ളാം. പിന്നെ വിഷമിക്കണം, പേടിക്കണം. അങ്ങനെ ഒരു കൂട്ടുകാരനെ വേണ്ടേ? വേണോ? വല്ലാഹി ഖുർആന്റെ ആയത്തുകളാണ്, ഹദീസുകളാണ്. ഖുർആൻ ആയത്ത് ഓതി ഞാൻ വേണമെങ്കിൽ ഇത് വ്യാഖ്യാനിച്ചു തരാം. നിങ്ങൾ 4 മണി മുതൽ ഇരിക്കുന്ന നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിർത്താൻ പോവാണ്. കൂടുതലൊന്നും പ്രസംഗിച്ചിടത്തും വലിയ കാര്യമില്ല. 21-30 വർഷമായിട്ട് പ്രസംഗിക്കാം. എന്താ ഫായിദയുള്ളത്? 30 വർഷമായിട്ട് പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിനല്ല കുറവുണ്ടോ? അതിനനുസരിച്ച് അറാമിയത്ത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ നന്നായിട്ട് വേണ്ട നാട്ടുകാരെ നന്നാവാൻ. അതാണ് ഏറ്റവും വലിയ തെളിവ്. അതാണ്. വയത് മുത്തഴതാണെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മുടെ ഭാഗം ശരിയാവുന്നില്ല. നിങ്ങൾ ദ്വാരയ്ക്ക് മക്കളെ ഒരാളെ കൊണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ പ്രേരിപ്പിച്ച് നന്നാവുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ദുആ ബർക്കത്തുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരു ചരിത്രം വായിക്കുമ്പോൾ ഞാൻ കണ്ടു, ഒരു മഹാനവറുകൾ, അദ്ദേഹം വലിയൊരു പ്രാസംഗികനാണ്, അത് മരിച്ചുപോയി. അപ്പൊ അല്ലാഹു തആല ഖബറിൽ അദ്ദേഹത്തെ വിളിക്കുന്നു, യാ ശൈഖസ്സൂ. അല്ലാഹ് വിളിക്കുന്ന വിളി അതാ, യാ ശൈഖസ്സൂ. വലിയ പ്രാസംഗികനായിരുന്നു, വലിയ പ്രാസംഗൻ. പ്രസംഗിച്ച് കൊടുമ്പിരി കൊള്ളിക്കുന്ന ഒരു പ്രാസംഗൻ മരിച്ചുപോയി. അള്ളാഹെ വിളിക്കാണ്, യാ ശൈഖസ്സൂ, ഏ വൃത്തിഹീനനായ പണ്ഡിതനെ. അള്ളാഹ് വിളിക്കുന്ന വിളിയാണ്, യാ അല്ലാഹ് പിന്നെ നീ ഇങ്ങനെ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞാണ്, ഖദ് ഗഫർതു ലക്, നിനക്ക് ഞാൻ പുറത്തു തന്നു. യാ ശൈഖസ്സൂ ഖദ് ഗഫർതു ലക്, ഏ മോശം പണ്ഡിതനെ നിനക്ക് ഞാൻ പുറത്തു തന്നു. എൻ്റെ അള്ളാഹ്, എന്തിനാ പഠിച്ചവൻ എന്നെ ഇങ്ങനെ ഒരു വാക്ക് നീ കൊണ്ട് എന്നെ അഭിസംബോധന ചെയ്ത്? എനിക്ക് വലിയ വിഷമമായിപ്പോയി. നിന്റെ പ്രഭാഷണം ഭയങ്കര പ്രസംഗമായിരുന്നു, അതൊന്നും നിന്റെ ജീവിതത്തിലില്ല. പക്ഷെ നിന്റെ പ്രസംഗം കേട്ട് ആ സദസ്സിരുന്ന ഒരാൾ കരഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുനീര് കണ്ട് ബാക്കിയുള്ളവർ കരഞ്ഞു. ആ ഒരൊറ്റ കാരണത്താൽ അവർക്ക് പുറത്തു കൊടുത്തു. ആ കൂട്ടത്തിൽ നിനക്ക് ഞാൻ പുറത്തു തന്നു. എൻ്റെ ഓശാരാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കും. പൊയ്ക്കോ. ആരെങ്കിലും ഒരാൾ ഇന്ന് കരഞ്ഞാൽ, ആരെങ്കിലും നമ്മൾ ഈ പ്രസംഗം കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരാൾ കരഞ്ഞ് അത് ബാക്കിയുള്ളവരോട് കരഞ്ഞ് ഏറ്റുപിടിച്ചാൽ നമുക്കതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രസംഗം. അല്ലാണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. പിന്നെ ഈ വന്നിരിക്കുന്ന ഈ മക്കള്, ഈ മാതാപിതാക്കൾ, നമുക്ക് അല്ലാഹു തആല നാളെ ഖബറിൽ ഈ വന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒരു വലിയ ഒരു കിരീടമായിട്ട് വരും, വലിയൊരു ബൊക്ക. ഇന്നിവിടെ ഉണങ്ങിയ ഒരുമാതിരി ഒരു ബൊക്ക കൊണ്ടുവരും, കൂതറ ബൊക്ക. ഇന്നിവിടെ വലിയ ആശംസ എന്നും പറഞ്ഞിട്ട് ഉണങ്ങിപ്പോന്ന സാധനം ഇതല്ല, ഭയങ്കര ഒരു കിരീടം, ഭയങ്കരമായ കിരീടം. ദുനിയാവിൽ വിലത് മതിക്കാൻ പറ്റാത്ത ഒരു കിരീടം ഇത് കൊണ്ടുവരും ഖബറിൽ നിങ്ങൾക്ക്. അപ്പൊ അത് ചോദിക്കും, എനിക്കോ? അതെ നിങ്ങൾക്ക്. ഇതോ? അതെ നിങ്ങൾക്ക്. ഇല്ല മാറിപ്പോയതാന്ന്? ഇല്ല മാറിയൊന്നും പോയിട്ടില്ല. എനിക്ക് തന്നെ ഉറപ്പ്, നിങ്ങൾക്ക് തന്നെ. ഇത്രയും വലിയ ഒരു പദവിക്ക് ഞാൻ യോഗ്യനല്ലല്ലോ, എന്ത് പറ്റി? അല്ല, ഒന്നുകൂടെ നിങ്ങളൊന്ന് ആലോചിച്ചു, എനിക്ക് തന്നെയാണോ? അതെ നിങ്ങൾക്ക് തന്നെ. ഞങ്ങൾക്ക് റേഞ്ച് മാറാറൊന്നുമില്ല, ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല, ഗൂഗിൾ അടിക്കേണ്ട വഴിയുമില്ല, നിങ്ങൾക്ക് തന്നെയാ കൊണ്ടുവന്നത്. അല്ല അതെന്താ പിന്നെ? അപ്പൊ ഇദ്ദേഹത്തോട് സംശയം കൊണ്ട് ചോദിക്കും, എന്തിനാ എനിക്കിത് കൊണ്ടു തന്നത്? ബി അഖ്ദി വലദികുമാൽ ഖുർആൻ. നിന്റെ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ചായിരുന്നു. എന്റെ മോൻ ഹാഫിളാണ്,
എൻ്റെ 3 മക്കൾ ഹാഫിളാണ്, 2 മക്കൾ ഹാഫിളാണ്, എൻ്റെ മോള് ഹാഫിളാണ്, എൻ്റെ മക്കൾ ഹാഫിളാണ്. ആ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ച ഒരൊറ്റ കാരണത്താൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പടച്ചവൻ ഞങ്ങളുടെ കയ്യിൽ തന്നുവിട്ടതാണ്. നിന്റെ ഭർത്താവ് അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും ഇത് അണിയിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇത് നിങ്ങൾ ധരിക്കട്ടെ. ഭൗതികം പഠിക്കാൻ പോയ മക്കൾ ഒരു 50 രൂപയുടെ തൊപ്പി നിസ്കരിക്കാൻ, മോനെ പള്ളി നിസ്കരിക്കാൻ പാടില്ല, ഒരു 50 രൂപയുടെ തൊപ്പി മേടിച്ചോണ്ട് ഓ ലേസ് വെച്ച് തലേ വെച്ചോണ്ട് പോയാൽ മതി. തൊപ്പിയൊന്നും ഇപ്പം വെക്കാൻ പാടില്ല, അറിഞ്ഞൂടെ? പള്ളിയിലെ ഇഷ്ടംപോലെ തൊപ്പി ഇരിപ്പുണ്ട്, വാപ്പ അതുപോലെ എടുത്ത് വെച്ചാൽ നിസ്കരിച്ച് തിരിച്ചവിടെ വെച്ചിട്ട് ചേർത്താൽ മതി. 50 രൂപയുടെ തൊപ്പി മേടിച്ചു തരാൻ മക്കളില്ല, 50 രൂപയുടെ തൊപ്പി മേടിച്ചു തരാൻ മക്കളില്ല. പള്ളിയിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ല കൊട്ടയ്ക്കകത്ത് അണ്ട അടകോടം ചെമ്മൻ ചെരുപ്പ് കൂത്തി ഇട്ട മൊത്തം സാധനം അതിനകത്തുണ്ട്. ഇതെല്ലാം എടുത്ത് തലേ വെച്ചോണ്ട് നമ്മൾ നിസ്കരിച്ചോണം. സ്വന്തമായിട്ട് തൊപ്പി മേടിക്കാൻ ഇല്ല, അതിനുള്ള സംവിധാനം ഒന്നുമില്ല. അല്ലാഹു തആല നിങ്ങളുടെ മക്കളെ ഹാഫിളാക്കി ആലിമാക്കിയാൽ താജെന്ന കിരീടം. എന്നിട്ട് അവർ പറയും തീർന്നില്ല കേട്ടോ, തീർന്നില്ല, സൂറെന്ന കാഹളത്തിൽ ഇനിയൊരു ഊത്തും കൂടെ ഉണ്ട്, അതും കൂടെ ഊതിക്കഴിഞ്ഞ് ഇവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ നിങ്ങളുടെ മകനെ കൂടെ കൊണ്ടുവരും, ഹാഫിളായ മോനെ കൊണ്ടുവന്നിട്ട് ഈ വാപ്പയെയും ഉമ്മയെയും അവന്റെ 2 സൈഡിലുമായിട്ട് നിർത്തും. അവന്റെ കൈ 2 പേരെയും പിടിക്കും. എന്നിട്ട് അല്ലാഹ് പറയും ഒന്നാമത്തെ പടി മുതൽ ഓതാൻ തുടങ്ങിക്കോ മോനെ, ഈ ഖുർആൻ തീരുന്നത് വരെ നീ ഓതിക്കൊള്ളണം. സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലെത്തുമ്പോ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറയുമ്പോൾ ആ ഫ്ലാറ്റാണ് നിങ്ങൾക്കുള്ളത്. ലിഫ്റ്റിൽ കയറിക്കോ, ഈ ഓതി 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 വാപ്പാടെ ഉമ്മാടെ കയ്യിൽ പിടിച്ച് ഓതി 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 അങ്ങ് അറ്റത്തെത്തി. ലാസ്റ്റ് ആയത്ത് ഓതുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായ സ്വർഗം, ആ സ്വർഗത്തിൽ ജന്നാത്തു അദിനിൻ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. അവിടെ പോയി താമസിച്ചോളാൻ പറയും, അവിടെ പോയി താമസിച്ചോളാൻ പറയും. ആരും നിങ്ങളെ ദ്രോഹിക്കാൻ വരില്ല, ആരും നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരില്ല, നിങ്ങളുടെ റൂഹിനെ ഇനി പിടിക്കപ്പെടുകയില്ല, ഒരു ബോംബും വന്ന് വീഴൂല, ഒരു പട്ടിണിയും ഇല്ല, റേഷൻ കാർഡും വേണ്ട, ആധാറും വേണ്ട, പാസ്പോർട്ടും വേണ്ട. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഉൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കിട്ടും. യഥേഷ്ടം യഥേഷ്ടം സന്തോഷിച്ചോളിൻ, വിഹരിച്ചോളിൻ. ഇനി നിങ്ങൾ മരിക്കുകയേ വേണ്ട. ഈ ഒരു സന്തോഷം വേണോ? വേണോ? ഹാഫിളീങ്ങളായ വാപ്പ മക്കളെ, ഹാഫിളീങ്ങളായ മക്കൾക്ക് ആ വാപ്പമാരുടെ ഭാഗ്യമാണ്. പേടിക്കണ്ട, സന്തോഷിക്കാം, സന്തോഷിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇന്നലിൽ ഖബരിൽ ലമ്മ, ഖബർ ഞെരിക്കും കേട്ടോ, ഖബർ ഞെരിക്കും കേട്ടോ, ഖബറിന് ഞെരിക്കുണ്ട്. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്ന ചില ആളുകൾ മാത്രമാണ്. അമ്പിയാക്കളെ ഖബർ ഞെരുക്കൂല, അതിൽ ഒരു വിഭാഗത്തെ ഖബർ ഞെരുക്കൂല. ആരത്? ഹാമിലു കിതാബില്ലാ, അല്ലാഹുവിന്റെ ഖുർആൻ ചുമക്കുന്നവർ, അല്ലാഹുവിന്റെ കലാം ചുമക്കുന്നവർ, അവരെ ഖബർ തൊടുക പോലുമില്ല. ഇദാ മാത ഹാമിലു കിതാബില്ലാ ഇദാ മാത ഹാമിലുൽ ഖുർആൻ, ഒരു ഹാഫിളായ വ്യക്തി മരിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുന്ന സമയത്ത് ഔഹല്ലാഹു തആല ഇലൽ അർൾ അല്ലാ തഅകുല ജിസ്മഹു, ഖബറിനോട് അല്ലാഹു നേരിട്ടിടപെടും. ഖബറേ, ഇവനെ തൊട്ടുപോകരുത്, ഇവനെ തൊട്ടുപോകരുത്, ഇതെന്റെ കലാം പഠിച്ചവനാണ്, ഇവനെ തൊട്ടുപോകരുത്. ഉടനെ ഖബറിന്റെ മറുപടി യാ റബ്ബി കൈഫ ആകുലുഹു വകലാമുക ഫീ ജൗഫിഹി, യാ അല്ലാഹ് ഞാൻ എങ്ങനെയാണ് അവനെ തിന്നുക, പടച്ചവനെ എങ്ങനെ ഞാൻ കഴിക്കും? നിന്റെ പരിശുദ്ധമായ കലാം അവന്റെ ഖൽബിലുള്ളിടത്തോളം എനിക്ക് അവനെ തൊടാൻ കഴിയില്ലല്ലോ പടച്ചവനെ. ഹാഫിളായ മക്കളെ ഖബർ തൊടൂല, ഹാഫിളായ മക്കളെ ഖബർ തൊടൂല, ഖബർ ഞെരുക്കൂല. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് അവരെ ഒഴിവാക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഖുർആനുമായി ബന്ധപ്പെടുന്നവർ. അവരെ ഖബർ ഞെരുക്കൂല. അല്ലാഹു കൂട്ടത്തെ നമ്മൾ പെടുത്തട്ടെ. നമ്മുടെ മക്കളെ പഠിപ്പിക്കിൻ, നമ്മുടെ മക്കളെ പഠിപ്പിക്കിൻ. നമ്മുടെ മക്കൾ ഖുർആൻ ഓതട്ടെ. സന്ധ്യാസമയാകുമ്പോ വീട്ടിൽ ഖുർആൻ ഓത്തുണ്ടോ?
അള്ളാന്റെ റസൂൽ അള്ളാഹോട് പരാതി പറഞ്ഞു, എന്റെ ഉമ്മത്ത് ഖുർആനെ അവഗണിച്ചു. അല്ലാഹ് വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അവർ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് സമയം കളയുകയാണ്. അല്ലാഹുവേ, എന്റെ ഖുർആനിനെ അവർ അവഗണിക്കുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നമ്മുടെ മേൽ ബാധ്യതയാണ്. നമുക്കൊരു രോഗം വന്നാൽ ആദ്യം ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. ഒരു രോഗം വന്നാൽ ആദ്യം ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. നമ്മൾ ചികിത്സിച്ചോ? അല്ലേ പ്രസംഗിക്കുമല്ലോ, വല്ല ഇബാദത്ത് ചെയ്യുമല്ലോ, നമ്മൾ ചികിത്സിച്ചോ? അള്ളാന്റെ റസൂല് പരിശുദ്ധ ഖുർആൻ ഓതി ഊതിയിട്ട് അലി റളിയല്ലാഹുവിന്റെ ചെങ്കണ്ണ് മാറ്റിയില്ലേ? അലി റളിയല്ലാഹുവിന്റെ കാലിൽ പഴുതാര കടിച്ചപ്പോ ഖുർആൻ ഷരീഫ് ഊതിയിട്ട് മാറ്റിയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ആ ഗുഹയിൽ ഇരുന്നപ്പോ കാലിൽ പാമ്പ് കടിച്ചപ്പോ ഏത് മെഡിക്കൽ കോളേജിൽ, ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ മാറ്റിയെടുത്തത്? ഏത് വിഷകാരി എടുക്കൽ കൊണ്ടുപോയിട്ടാ വിഷ ഊറ്റിയെടുത്തത്? പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ആ ഉമിനീർ അങ്ങോട്ട് വെച്ചു കൊടുത്തു, അവിടെ ശിഫയായി. അല്ലാഹു കളവ് പറയുമെന്ന് അഊദു ബില്ലാഹ് ചിന്തിക്കാൻ കഴിയുമോ? വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്, പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ, അത്യസന്ന നിലയിൽ കിടക്കുന്നവരെ, വേദനിക്കുന്ന ഹൃദയങ്ങളെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മനസ്സമാധാനവും ശാന്തിയും രോഗസമാധാനവും നൽകാൻ ഇതാ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ആന്റിബയോട്ടിക് ഇറക്കിയിട്ടുണ്ട്. ആന്റിബയോട്ടിക് ഇറക്കിയിട്ടുണ്ട് ഖുർആനിൽ. പക്ഷെ നമ്മളത് കഴിക്കുന്നില്ല. നമ്മൾ അസിത്രോമിസിനും മോക്സ് 500 ഒക്കെ നമ്മൾ കഴിക്കുള്ളൂ. ഖുർആനുമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എവിടെ ഏത് ഭാഗം നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഖുർആനകത്ത് എല്ലാത്തിനും ചികിത്സയുണ്ടല്ലോ. 6 ആയത്തുകൾ ശിഫാഇന്റെ ആയത്തുകളാണ്. മൂത്തത്ത് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു രണ്ട് യുദ്ധം 2 പ്രാവശ്യം പരാജയപ്പെട്ടു. 3ാമത്തെ പ്രാവശ്യം നബി തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ ഈ കൊടി ഒരാളുടെ കയ്യിൽ കൊടുക്കും, അദ്ദേഹം വിജയശ്രീലാളിതനായി മടങ്ങി വരും. ആരായിരിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ജീവിതത്തിൽ ഉമർ റളിയല്ലാഹു തആല ആഗ്രഹിച്ചത് ഒരൊറ്റ സമയമാണ്, ഒരു അധികാരം പോലെ. നബിയെ, എനിക്കത് തരണം, എൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം, എൻ്റെ ഒരു ആഗ്രഹം അതാണ്. ഇല്ല, വന്നത് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചപ്പോ, നബിയെ, എന്നെ കൊണ്ട് പറ്റൂല, ചെങ്കണ്ണാണ്, കണ്ണ് തുറക്കാൻ പറ്റൂല, കൊണ്ടുവാ അലി. ആ കണ്ണങ്ങോട്ട് തുറന്നു വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് ഒന്ന് ഊതി കൊടുത്തു. യാ അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നീടത്തെ റിവായത്തിൽ കാണാം, മരണം വരെ എനിക്ക് ചെങ്കണ്ണ് ബാധിച്ചിട്ടേയില്ല. പരിശുദ്ധമായ ഖുർആൻ ഒറ്റ ശ്വാസത്തിൽ ഓതിയിട്ട് ഉമിനീര് കൊണ്ട് നമ്മുടെ കണ്ണിൽ തടവ്, വിശ്വാസത്തോടെ ശിവയാവും. ഖുർആൻ ചികിത്സ നടത്തുന്ന ആളാ ഇല്ല ഉസ്താദെ, ശിവയാവും. ഹാർട്ടിന്റെ ബ്ലോക്ക് മാറും യാസീൻ ഓതിയാൽ. ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ, ഹാർട്ടിന്റെ പ്രശ്നം മാറും. നമുക്ക് വിശ്വാസം ഇല്ലാതെ ഓതിയിട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയെന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയാൻ നിൽക്കരുത്. അയാൾ പറഞ്ഞു, 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, വാപ്പാക്ക് ആശുപത്രി 5 ഗ്രാം ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തില്ല. അയാൾ പറഞ്ഞ പോലെ യാസീൻ ഓതിക്കൊണ്ടിരുന്നു. അത് മറ്റു വന്ന് എന്നെ കുറ്റം പറയാം. ഏതൊരു കാര്യം ഈമാനോട് വിശ്വാസത്തോട് ചെയ്ത് അള്ളാഹു. ഏത് കാർഡിയോളജിയാണ് നബിയെ ചികിത്സിച്ചത്? 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓപ്പൺ സർജറി നടത്തി അതെടുത്ത് ശുദ്ധിയാക്കിയല്ലോ. ഏത് ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അത്? ഓപ്പൺ സർജറിയാ ചെയ്തത്, എടുത്ത് കൽബിഞ്ഞെടുത്തില്ലേ? ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലായിരുന്നു അത്? ഇതൊക്കെ ആരാ പഠിപ്പിച്ചു കൊടുത്തേ? ആരാ പറഞ്ഞത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, രാവിലെ വൈകിട്ട് യാസീനോത്. ദാരിദ്ര്യമുണ്ടോ, കടമുണ്ടോ? കടം സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ഇതൊന്നും മക്കളെ കൊണ്ട് ഓദിക്കാതെ വാപ്പാടെ കടം മാറുന്നില്ല, ഇടങ്ങേറ് മാറുന്നില്ല, മുസീബത്ത് മാറുന്നില്ല എന്ന് പറഞ്ഞു നടന്നിട്ടൊന്നും കാര്യമില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗശയ്യയിൽ കിടക്കിയ 8 പെൺമക്കളുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം ഇങ്ങനെ രോഗശയ്യയിൽ കിടക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബേ, നിങ്ങൾ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണെന്ന് എനിക്കറിയാം. ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് 8 പെൺമക്കളാണ്. നിങ്ങളുടെ മരണശേഷം അവർക്കൊരു ജീവിതമുണ്ടാകണം. അതുകൊണ്ട് ഖജനാവിൽ നിന്നുള്ള പണം ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, നിങ്ങളത് സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ വാക്കിനെ ഞാൻ സ്വീകരിക്കുന്നു, നന്ദിയോടെ നിരസിക്കുന്നു.
കാരണം ഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മൻ ഖറഅ കുല്ല ലൈലത്തിൻ സൂറത്തുൽ വാഖിഅ ലം യുസിബുഹു ഫഖ്റുൻ വഫാഖ കമാ ഖാല അലൈഹിസ്സലാം. എൻ്റെ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വ്യക്തി ഏതൊരു വീട്ടിൽ രാത്രി സമയത്ത് വൈകിട്ട് സമയത്ത് സൂറത്തുൽ വാഖിഅ ഓതുന്നുവോ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് എൻ്റെ ഹബീബ് പറഞ്ഞിട്ടുള്ള അടിസ്ഥാനത്തിൽ എൻ്റെ 8 മക്കളെ ഞാൻ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാ ദിവസവും അത് ഓതാറുമുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഓശാരം വേണ്ട, എൻ്റെ മക്കൾ ദാരിദ്ര്യത്തിൽ പെടൂല. ഉറച്ച് വിശ്വസിച്ചു. എനിക്ക് വേണ്ട കട പൈസ. നമ്മൾ കിടന്നാ പറയും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അമീറേ, അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസട്ടെ, ഇനി അടുത്ത ഭരണവും തരട്ടെ, അള്ളാഹുവേ അള്ളാഹുവേ. ആ കിടന്ന കിടപ്പിൽ നമ്മൾ ദ്വാരക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങളുടെ ഓശാരം എനിക്ക് വേണ്ട, എൻ്റെ മക്കള് ദാരിദ്ര്യത്തിൽ പെടൂല. എൻ്റെ ഹബീബ് പഠിപ്പിച്ച സൂറത്തുൽ വാഖിഅ എൻ്റെ മക്കൾ ദിവസം തോറുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ദാരിദ്ര്യം വരില്ല, നിങ്ങൾ കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഓതാറുണ്ടോ? സൂറത്തുൽ വാഖിഅ, സൂറത്തുദ് ദുഖാൻ ആര് ദിവസം തോറും ഓതുന്നുവോ, വിശിഷ്യ വെള്ളിയാഴ്ച രാവിലെ സൂറത്തുദ് ദുഖാൻ പാരായണം ചെയ്യുന്നുവോ, ലാ യദ്ഖുലുൻ നാറ, അവൻ നരകത്തിൽ പ്രവേശിക്കൂല. നബിയുനാ റസൂലുള്ളാഹി. നരകത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള ക്യാപ്സൂളാണിത്. നരകത്തിൽ പ്രവേശിക്കൂല. മക്കളെ കൊണ്ട് ഓതിപ്പിക്കണം, മക്കളെ കൊണ്ട് ഓതിപ്പിക്കണം. സൂറത്തുദ് ദുഖാൻ ഓതണം, വൈകിട്ട് ഓതണം, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഓതണം, വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് ഓതണം. അവരാരും നരകത്തിൽ പോകൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കല്ലേ, നമുക്ക് വിശ്വസിച്ചൂടെ? എന്താ നമുക്ക് വ്യത്യാസം? ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൂട്ടുകാരനെ സംഘടിപ്പിക്കണമെന്ന്, ഏറ്റവും വലിയ കൂട്ടുകാരൻ. അപ്പൊ സാധാരണക്കാരായ ആളുകൾ നിങ്ങളിപ്പോ ഇരിക്കുമ്പോൾ ഓർക്കും, മറിച്ചവനെ എൻ്റെ മോനെ ആഫുലാക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ ഈ വന്നിരിക്കുന്നവരിലൊക്കെ എല്ലാവരുടെയും മക്കളൊന്നും ആഫുലല്ല, ഇല്ലയോ? എല്ലാവരുടെയും മക്കൾ ആഫുലല്ല. ഉസ്താദിന്റെ പറച്ചിൽ കേട്ടതിന് ഞങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങളുടെ കാര്യം കട്ടപ്പുകയായി. ഞങ്ങൾ ഇനിയിപ്പം മക്കളെ ആഫുലാക്ക, സ്വർഗത്തിലൊന്നും കിട്ടില്ല, ഖബറിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പേടിക്കണ്ട. ഒരു ക്യാപ്സൂൾ നിങ്ങൾക്ക് കൂടെ തരാം. എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചിട്ട് കിടക്കണം. പേടിക്കണ്ട, ഒരു ക്യാപ്സൂൾ തരാം. കഴിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തു ഫീ കിതാബില്ലാഹി സൂറത്തൻ വഹിയ 30 ആയ. ഞാൻ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് കണ്ടു, 30 ആയത്ത്. മൻ ഖറഅഹ ഇൻദ നൗമിഹി, ആരെങ്കിലും ഉറങ്ങുന്ന സമയത്ത് അത് പാരായണം ചെയ്താൽ, കുതിബ ലഹു 30 ഹസന വമുഹിയ അൻഹു 30 സയ്യിഅ വറുഫിഅ ലഹു 30 ദറജ. രാത്രി ഉറങ്ങാൻ സമയത്ത് അത് ഓതിയിട്ട് കിടന്നാൽ 30 നന്മ അല്ലാഹു ഉയർത്തും, 30 തിന്മ അല്ലാഹു ഡിലീറ്റ് ആക്കും, 30 ദറജ പദവി അല്ലാഹു തആല അവന് ഓരോ രാവും ഉയർത്തിക്കൊണ്ടേയിരിക്കും നാളെ സ്വർഗ്ഗത്തിൽ. തീർന്നില്ല. വബഅസല്ലാഹു ഇലൈഹി മലകം മിനൽ മലായിക ലിയഹ്ഫിളഹു മിൻ കുല്ലി ഷൈഇൻ ഹത്താ യസ്തൈഖിള. മാലാകമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലേക്ക് അല്ലാഹു തആല നിയോഗിക്കുകയും അവന്റെ കട്ടിലിന്റെ ഓരത്തെ ബൈസ്റ്റാൻഡായി കാവൽ നിർത്തുകയും ചെയ്യും. നേരം വെളുക്കുന്നത് വരെ ഒരു മുസീബത്തും വരാതെ, ഒരിടങ്ങേറും സംഭവിക്കാതെ ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനെ അവിടെ കാവൽക്കാരനാക്കി അവിടെ നിർത്തും. തീർന്നില്ല. വഹിയ മാനിഅത്തും മിൻ അദാബിൽ ഖബർ വഹിയ അൽ മുജാദില തുജാദിലു സാഹിബഹാ ഫിൽ ഖബർ. ആ ഖുർആൻ, ആ പരിശുദ്ധമായ സൂറത്ത് ഖബറിനകത്ത് ചോദിക്കാൻ വരുന്ന മുൻകർ നക്കീർ അലൈഹിമസ്സലാം ആ ശിക്ഷകളിൽ നിന്ന്, അവരുടെ പീഡനത്തിൽ നിന്ന്, അവരുടെ വ്യതകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ, ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് നിങ്ങളെ സഹായിക്കാൻ ഉതകുന്ന ഒരു സൂറത്താണ്, ഉതകുന്ന ഒരു സൂറത്താണ്. സഹാബാക്കൾക്ക് അപ്രാളായി പഠിക്കണം 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 പഠിക്കണം. പടച്ചോനെ പഠിക്കണം പഠിക്കണം. പെട്ടെന്ന് എടുത്ത് അനസ്റുല്ലാഹിനോടൊപ്പം എടുത്ത് ഓതിപ്പോയി നോക്കി. വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. കണ്ട, ഇവിടെ അല്ലാഹ് ആദ്യം മുന്തിച്ചത് മൗത്തിനെയാണ്, ഹയാത്ത് പിന്നീട് അല്ലാഹ് പറഞ്ഞത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ഹയാത്തിനെ അല്ലാഹ് ബന്ധിച്ചു, മൗത്തിനെ അല്ലാഹ് മുന്തിച്ചു. മൗത്തിനെ അല്ലാഹ് മുന്തിച്ചു. ഇത് നിങ്ങൾ രാത്രി ഓതിയിട്ട് കിടന്നാൽ നിങ്ങളെ ഖബറിൽ ആരും ഒന്നും ചെയ്യൂല. ഇപ്പൊ സാധാരണക്കാർക്കുള്ള ക്യാപ്സൂളായില്ലേ? ഇനി ഓതിയില്ലാത്തതിന്റെ കുറ്റം അമ്മ അറിഞ്ഞൂടാ. എന്തുകൊണ്ട് ഓതിയില്ല?
എന്തുകൊണ്ട് ഓതിയില്ല? എന്തുകൊണ്ട് പഠിച്ചില്ല? മാമിൻ അബ്ദിൻ യസ്തർഈഹില്ലാഹു റഇയ്യ ഫലം യുഹിത്ഹാ ബിനുസ്ഹിഹി ഇല്ലാ ലം യുരിഹ റൈഹത്തൽ ജന്ന. പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പഠിക്കാതെ മക്കളും പഴിച്ച് കുടുംബവും പഴിച്ച് എല്ലാം നശിച്ചു പോയെങ്കിൽ നാളെ ആഖിറത്തിൽ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയില്ല. കാരണക്കാരൻ ആര്? നിങ്ങൾ തന്നെ. വേറെ ആര്? പഠിക്കാനുള്ള മാധ്യമങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ ഈ സാധനം എടുത്തു വെച്ച് അങ്ങോട്ട് 2 കുത്തും നോക്കിയാൽ കറക്റ്റ് നിങ്ങൾ അവിടെ കൊണ്ടെത്തിക്കും. ഇന്ന് നിങ്ങൾക്ക് ഖുർആൻ പഠിക്കണോ? ഏത് സൂറത്ത് വേണം? നിമിഷ നേരം മതി. ഏത് ആയത്ത് വേണം? നിമിഷ നേരം മതി. എന്റെ അർത്ഥം വേണം നിമിഷം. ഏത് ഹദീസ് വേണം? നിമിഷ നേരം മതി. കിടന്നുകൊണ്ട് ഓതാം, ഇരുന്നുകൊണ്ട് ഓതാം, യാത്രയിൽ ഓതാം, എങ്ങനെ കേട്ടോണ്ട് കിടന്നുറങ്ങാം. എന്ത് റാഹത്ത്! ഇത്ര സൗകര്യമുള്ള ഒരു സാധനം ദുനിയാവിൽ എവിടെങ്കിലും ഉണ്ടോ? എന്നാല് ഇത്രയും പഴപ്പിക്കുന്ന ഒരു സാധനം ദുനിയാവിൽ വേറെയില്ല. ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ. ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ എഴുതി വെക്കുന്നു കത്തില്, ഞങ്ങൾ ഷഹീദാവാൻ തയ്യാറ. കുഞ്ഞുമോൾ എഴുതി വെക്കുന്നു, ഈ കളിപ്പാട്ടം അടുത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുപ്പ, എനിക്ക് വേണ്ട, ഞാൻ സ്വർഗത്തിൽ അള്ളാഹെ കാണാൻ പോവാണ്, എനിക്ക് വേണ്ട. ഇത് കുഞ്ഞുമക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്കോട് അവരിപ്പോഴേ തയ്യാറായി. ആഖിറത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. എന്റെ ശരീരത്തിലേക്ക് വന്നു പതിക്കുന്ന ബോംബ്, അതിലൂടെ ഓരോ തുള്ളി ഈ ഫലസ്തീനിന്റെ മണ്ണിൽ വീണാൽ അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആ മഹത് വ്യക്തിത്വങ്ങൾ, അവർക്ക് ആഖിറത്തെ കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ് ഈ ചീരിപ്പായുന്ന ബോംബിന്റെ മുന്നിൽ അടിപതറാതെ അവർ ചങ്കൂറ്റത്തോടു കൂടി നിൽക്കുന്നത്. അതിന്റെ കാരണം അതാണ്. ആഖിറത്തിൽ അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടും. വിശ്വസിച്ചവരാണ്. അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല, പരാജയപ്പെടുത്താൻ പറ്റൂല എന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഒരിക്കലുമില്ല. ഒരേ ഒരു പരാജയം, ഇനി അവർക്ക് കിട്ടാൻ പോകുന്നത് ഒരേ ഒരു വിജയമാണ്. ആ വിജയത്തോടു കൂടി ലോകാവസാനമാണ്. 2 പ്രാവശ്യമാണ് ഖുദ്സ് മോചിപ്പിക്കപ്പെട്ടത്, 3ാമത്തെ പ്രാവശ്യത്തോടു കൂടി ലോകാവസാനാണ്. ഫത്ഹു ബൈത്തുൽ മഖ്ദിസ് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുക എന്നുള്ളത്. എന്തിനാണ് അവർ ഈ ത്യാഗത്തിന്റെ പേരിലും? എന്നാൽ ഞങ്ങൾ മതം മാറിയേക്ക, ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങളെ വേദനിപ്പിക്കല്ലേ. ഒരു കുഞ്ഞുമോൻ പറയുന്നുണ്ടോ? ഒരു കുഞ്ഞുമോള് പറയാൻ തയ്യാറുണ്ടോ? ഇല്ല, പറയൂല. കാരണം ആഖിറമാണ് വലുത്, സ്വർഗമാണ് വലുത്. കുഞ്ഞു പോയാൽ എന്താ? തള്ള പോയാൽ എന്താ? മരിച്ചുപോയ കുഞ്ഞുമോന്റെ മോളുടെ മയ്യത്തെടുത്ത് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന ഉമ്മയ്ക്കും സന്തോഷം എന്താണ്? മോനെ, നീ ധൈര്യമായിട്ട് പോയിക്കോ, നാളെ ആഖിറത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഒരു കുഞ്ഞു പൈതൽ മരണപ്പെട്ടു പോയാൽ ആ കുട്ടിയുടെ പേരിൽ കരഞ്ഞുകൊണ്ട് വിഷമിച്ചു വന്ന ഒരു സഹോദരിയുടെ അരികിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്താ നീ കരഞ്ഞത്? നബി, എനിക്ക് 3 പെമ്മക്കൾ ഉണ്ടായിരുന്നു, എന്റെ 3 പെമ്മക്കളും കുഞ്ഞിലേ മരണപ്പെട്ടു പോയി, 3 മരിച്ചുപോയി. ഇനി 4ാമത്തൊന്നാണ് എന്റെ ഒക്കത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടത് ദുആ ചെയ്യണം നബിയെ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, 3 കുഞ്ഞുമക്കളെ നീ കബറടക്കിയോ? അതേ നബിയെ, എന്റെ 3 കുഞ്ഞുമക്കൾ അല്ലാഹു തആല വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരി നോക്കിട്ട് പറഞ്ഞു, ഫഖദിഹ്തലർതി ബിഹിലാരിൻ ശദീദിൻ മിനൻ നാർ. നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും വലിയ മതിൽക്കെട്ടാണ് നീ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും നീ നരകത്തിലേക്ക് പോകില്ല. നിന്റെ 3 മക്കൾ അവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കുഞ്ഞു പൈതൽ ഇന്ന സഖത, ആ രക്തപിണ്ഡം ഉണ്ടല്ലോ, ആ മാംസപിണ്ഡം ഉണ്ടല്ലോ, ഇന്ന് ലോകത്ത് വെച്ച് നാണക്കേടിന്റെ ദിവസം ലോകത്ത് ഏറ്റവും ന്യൂ ബോൺ ബേബി എന്ന് പറയുന്ന 7 ദിവസമായ കുഞ്ഞ് ഷഹീദാക്കപ്പെട്ടു. 7 ദിവസമായ കുഞ്ഞ്. ഈ രക്തം ലയജുറു ഉമ്മഹു ഇലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കുട്ടി നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്താൽ പ്രയാസത്താൽ പൊട്ടിക്കരയുന്ന ആ ഉപ്പമാരെ ഉണ്ടല്ലോ, അവരുടെ തുണിക്ക് പിടിച്ചിട്ട് കൈക്ക് പിടിച്ചിട്ട് ഈ രക്തക്കുട്ടി, ഈ കുഞ്ഞുമോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു കുഞ്ഞു പോയാൽ എന്താ? നമുക്ക് നാളെ സ്വർഗമാണ് വലുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പിടഞ്ഞു വീഴുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗാണ്. നമുക്ക് സ്വർഗം എന്ന ഒരു സംവിധാനം ഇല്ല എങ്കിൽ നമ്മൾ ഇവിടെ തൊപ്പി വെച്ച് ദാടി വെച്ച് നമസ്കരിച്ച് പള്ളി മദ്രസ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ലക്ഷ്യം
ആ കാലാകാലം അവസാനിക്കാത്ത ആ സ്വർഗത്തിലെത്തണം എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ ആഗ്രഹം, അല്ലേ? അല്ലാതെ നിങ്ങളുടെ മക്കളെ ഹാഫിളാക്കിയിട്ട് എവിടെയെങ്കിലും മതപ്രസംഗത്തിനടുത്ത് 25,000 രൂപയും ഹാഫിളാക്കിയിട്ട് റമദാന് തറാവീഹിന് നിർത്തിയിട്ട് 50,000 1 ലക്ഷം ഒക്കെ വാങ്ങാനാണോ പ്ലാന്? ഏതാ നമ്മുടെ പ്ലാൻ? അതാ എന്റെ മക്കളെ കൊണ്ട് ആഖിറത്തിൽ ഈ വാപ്പാക്കും ഉമ്മാക്കും ഗുണം കിട്ടണം. സ്വർഗത്തിൽ രണ്ടുപേരുടെ കൈക്ക് പിടിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തുൻ നാസിന്റെ അവസാനം വരെ ഓതി സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലെത്തിയിട്ട് അവിടെ വാപ്പയും ഉമ്മയും ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലെത്തി വാപ്പയും മക്കളും സന്തോഷിക്കുമ്പോ മാലാഖമാര് വന്നിട്ട് പറയും, ദുനിയാവിൽ നിങ്ങളുടെ രഹസ്യവും പരസ്യവും ചോർത്തിയവരാണ് ഞങ്ങൾ, ഇവിടെ ഞങ്ങൾക്ക് ആ പണിയില്ല, സലാമുൻ അലൈക്കും, സന്തോഷത്തോടു കൂടി സകുടുംബ സാന്നിധ്യം നിങ്ങൾ ഇവിടെ താമസിച്ചുകൊള്ളുക, ഇനി ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല, സലാമുൻ അലൈക്കും. യാ അല്ലാഹ്, ഏതാ വേണ്ട നിങ്ങൾക്ക്? ദുനിയാവിലെ ഈ കുറഞ്ഞ ജീവിതത്തിൽ ഒരു ഉറപ്പുമില്ല. ഞാൻ ഇന്നുറങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്താൽ എന്റെ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഞാൻ പഠിച്ച് വലുതാകുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എന്റെ മക്കൾ എനിക്ക് ഗുണപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുമില്ല. ഈ ഭൗതികമായ ലോകത്ത് ഒരു ഗ്യാരണ്ടിയും ഉറപ്പുമില്ലാത്ത ഈ ലോകത്തിന് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ട് ഒരു കാലത്തും നശിക്കൂല എന്ന് അല്ലാഹുവും റസൂലും നമ്മളെ പഠിപ്പിച്ച് ഭയപ്പെടുത്തി നമുക്കതിലേക്ക് പ്രചോദനം നൽകിയ ആ സ്വർഗത്തിന് വേണ്ടി സമയം നമ്മൾ മെനക്കെടുത്താതെ, ആഖിറത്തിന് വേണ്ടി സമയം മെനക്കെടുത്താതെ, നമ്മുടെ മക്കളെ ആഖിറത്തിന് വേണ്ടി വാർത്തെടുക്കാതെ കേവലം ഗ്യാരണ്ടി ഇല്ലാത്ത ഭൗതികമായ ലോകത്തിന് വേണ്ടി ഈ മക്കൾ ഈ കുടുംബത്തിനും ആവശ്യമില്ലാത്ത പണങ്ങൾ ചെലവഴിച്ചിട്ട് ഇതെല്ലാം കണ്ണടയുന്നതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു മഹാദുരന്തത്തെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഏത് വേണം? യുവർ ചോയ്സ്. ഏത് വേണം? യുവർ ചോയ്സ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആരും ചോദിക്കാനില്ല. ഇവിടെ കള്ളു കുടിച്ച് കൂത്താടിയിടുന്ന ആരും ചോദിക്കാനില്ല. ഇവിടെ കഞ്ചാവടിച്ചടന്നാൽ ആരും ചോദിക്കാനില്ല. വ്യഭിചരിച്ചടന്ന ആരും ചോദിക്കാനില്ല. മോഷണം നടത്തി ജീവിച്ചാൽ, കൊല നടത്തി ജീവിച്ചാൽ ആരും ചോദിക്കാനില്ല. ചോദ്യം മൊത്തം 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ നിന്റെ മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും ആ പള്ളിക്കാട്ടിൽ നിന്ന് പോകുമ്പോ 2 മലക്കുകൾ നിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് വരുമ്പം അവിടെ മുതലാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം. അപ്പം നീ പറയും, അന്ന് ആ പണ്ഡിതന്മാര് പറഞ്ഞത്, അന്ന് അവര് പ്രബോധനം ചെയ്തത്, അന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ കാണുന്ന ദുരന്തത്തിലേക്ക് ഞങ്ങൾ വീഴുമായിരുന്നില്ല. അന്ന് ചിന്തിക്കും. പക്ഷെ അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അന്ന് എന്താ കാര്യം? റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ദുനിയാവിന്റെ രസങ്ങളും രസാനുഭൂതികളും ആഡംബരങ്ങളും എല്ലാ അത്യാഹ്ലാദങ്ങളും ഞങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞു പടച്ചവനെ. ഞങ്ങൾ അതിൽ ലയിച്ചുപോയി പടച്ചവനെ. അതാണ് വലുത്, അതാണ് ഞങ്ങളുടെ ഹാപ്പി ലൈഫ് എന്ന് ഞങ്ങൾ കരുതിപ്പോയി പടച്ചവനെ. ഞങ്ങൾക്ക് വന്ന അബദ്ധം ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദയവ് ചെയ്ത് പ്ലീസ് റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, ഞങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ മടക്കിക്കൊണ്ടുവാ. ഇനി മേലിൽ ഞങ്ങൾ ആ ദുരന്തത്തിന് ഞങ്ങൾ തലവെച്ച് കൊടുക്കുകയില്ല. ഇനി അങ്ങനെ എങ്ങാനും ഞങ്ങൾ ആ ദുരന്ത മുഖത്തേക്ക് എത്തുകയാണെങ്കിൽ തീർച്ച ഞങ്ങൾ അക്രമികളായിരിക്കും. അന്ന് നിനക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒഴിക്കഴിവ് തന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ പടച്ചവനെ. നാളെ ആഖിറത്തിൽ വിലപിക്കും. ആ വിലാപത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനമില്ല. ഒരു സ്ഥാനമില്ല. ഉണ്ടോ? ഖാല ഖ്സഉ ഫിഹാ വലാ തുകല്ലിമൂൻ അവലൻ നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, തലയും താഴ്ഭാഗവും മുഴുവനും ഉച്ചി മുതൽ ഉള്ളങ്കാര് വരെ മുഴുവനും നരച്ച് കിളവനായിട്ടും നീ അല്ലാഹയെ കുറിച്ചും ആഖിറത്തെ കുറിച്ചും മനസ്സിലാക്കാതെ ഇവിടെ വന്നിട്ട് നീ കിടന്നിട്ട് വെപ്രാളം കാണിക്കുകയാണോ? ഇല്ലേ? മിണ്ടിപ്പോകരുത്. മിണ്ടാതെ കിടക്കണം.